നല്ല കളർഫുള്ളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് 2 ലെയറിലാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ പാൽപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ വീണ്ടും മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മധുരം പോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കോൺഫ്ലോർ ഒരു 2 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ അളവിലാണ് കോൺഫ്ലോർ ചേർക്കേണ്ടത് കേട്ടോ. കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാലിന് ചൂടായി വരുന്നതിനനുസരിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി തിളപ്പിച്ചത് ഇതുപോലെ ഒന്ന് കുറുക്കി തിക്കാക്കി എടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ നമ്മൾ ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രേയുടെ ആ ഒരു പകുതി പോർഷൻ മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ, ബാക്കി പകുതി നമ്മൾ ടോപ്പിലെ ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് നല്ലപോലെ ഒന്ന് തണുത്ത് സെറ്റായി വരട്ടെ. ഈ ഒരു ടൈമിലേക്ക് നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ ഉള്ള ഇൻസ്റ്റാ പേജ് ഫ്ലൈ ഹൈ ഒന്ന് പരിചയപ്പെടുത്തി തരാം. റീസെൻ്റ് ആയിട്ട് ഞാൻ മോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ, അതുപോലെ നല്ല സെലക്ഷൻസും ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. വെസ്റ്റേണിലെ കാഷ്വൽ വെയർ ആയിരുന്നാലും അതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, ബീച്ച് വെയർ ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട്. 12 ഇയർ ഒരു 12 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലേക്കുള്ള ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പേജ് ഒന്ന് ചെക്ക് ചെയ്തോളാം, ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇവരുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ പിച്ചു IR ജംഗ്ഷനിലാണ്. മാത്രമല്ല ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇവരുടെ സ്റ്റോറിൽ കൂടുതലും കിട്ടുന്നത്. വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിലെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം, ഇതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ്, പഞ്ചസാര. ഇനി നമ്മൾ ഇഷ്ടമുള്ള ഫ്ലേവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ, ഒരു ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി കിട്ടണം. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കുതിർത്ത കസ്കസോ അല്ലെങ്കിൽ സബ്ജാ സീഡോ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ടൊന്ന് ചൂട് കിട്ടുന്ന സമയത്ത്, ഒത്തിരി അങ്ങ് ചൂട് മാറില്ല, അങ്ങനെയാണെങ്കിൽ സെറ്റായി പോകും കേട്ടോ. നമുക്ക് ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.